അമ്മയുടെയും അച്ഛനോടും അവരുടെ ബന്ധുക്കളോടൊക്കെ തന്നെ കുട്ടികൾ തന്നെ പറയുന്നു, മന്ത്രി അപ്പൂപ്പൻ വോട്ട് ചെയ്യണം എന്നൊക്കെ കുട്ടികൾ തന്നെ പറയുക. നമ്മുടെ നിയമമണ്ഡലത്തിലെ ആൾക്കാർ പിന്നെ പണാധിപത്യത്തിൽ നിന്നും വിശ്വസിക്കുന്നവരല്ല. ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും പ്രശ്നമായി വരുന്നില്ല. കോൺഗ്രസ് ആരെ നിർത്തിക്കഴിഞ്ഞാലും അതൊരു പ്രശ്നമായി വരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥികളെയും പട്ടികയും മുന്നോട്ട് വെച്ച് LDFും CPM ഒക്കെ ഒരു എഡ്ജ് നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കത്തിൽ തന്നെ നേടിയിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി മത്സരിക്കുന്ന നേമം ഏറെ ശ്രദ്ധേയമായ മണ്ഡലം കൂടിയാണ്. കാരണം BJPയുമായി നേരിട്ട് ഒരു ഏറ്റുമുട്ടലാണ് അവിടെ CPM നടത്തുന്നത്. മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ റോഡ് ഷോ ഉൾപ്പെടെ നടത്തുകയും അതിൽ MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ നേരിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. സംസ്ഥാന സെക്രട്ടറി വന്നു. അതൊരു ഓളമുള്ള ഒരു വലിയ ക്യാമ്പയിനായി മാറുകയാണ് മന്ത്രിയുടെ പ്രചാരണം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടനെ തന്നെ മണ്ഡലത്തിൽ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി റോഡ് ഷോ നടത്തി. നല്ല പങ്കാളിത്തമാണ് പൊതുവിലുണ്ടായിരുന്നത്. റോഡ് ഷോ നടത്തി പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെയാണല്ലോ കാണാൻ വേണ്ടി പറ്റുന്നത്. അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അവരെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. എല്ലാവരും വിഷ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ 3 മണിക്കൂറൊക്കെ നിന്ന് പോയ നമ്മൾ അറിഞ്ഞില്ല. സാധാരണഗതിയിൽ പിന്നെ 3 മണിക്കൂറൊക്കെ നിൽക്കുന്ന വലിയ പ്രയാസമായിരിക്കുമല്ലോ. അപ്പം കുട്ടികളാണ് കൂടുതലും റോഡിലിറങ്ങി. നിങ്ങൾ കണ്ടു കാണുമല്ലോ, വിഷ് ചെയ്യുന്നത് കുട്ടികളായിരുന്നു. അപ്പം അതെല്ലാം കൊണ്ട് നല്ല തുടക്കം നല്ല ആവേശപരവും ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുട്ടികളുമായിട്ടുള്ള സംവദിക്കുന്നത് തന്നെ വീട്ടുകാരോട് സംവദിക്കുന്ന പോലെയാണ്. അത് എത്രമാത്രം ഗുണം ചെയ്തു എന്നുള്ളതാണ്? അത് വളരെ ഗുണം ചെയ്തു. കുട്ടികൾ തന്നെ പറയുന്നുണ്ട് വോട്ട് ചെയ്യണമെന്ന്. അമ്മയുടെയും അച്ഛനോടും അവരുടെ ബന്ധുക്കളോടൊക്കെ തന്നെ കുട്ടികൾ തന്നെ പറയുന്നു, മന്ത്രി അപ്പൂപ്പൻ വോട്ട് ചെയ്യണം എന്നൊക്കെ കുട്ടികൾ തന്നെ പറയുക. കുട്ടികൾ പറയുന്നത് ചിലത് വെറുതെ പറയുന്നില്ല, മനസ്സിൽ തട്ടി പറയുന്നത്. അവർ അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു പരസ്യം കൊടുത്ത് അങ്ങനെ അവർ മനസ്സ് എടുക്കാൻ വേണ്ടി പ്രയാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം വരുന്നു. അത് ഒരു പരിധിവരെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സഹായിക്കും. പക്ഷേ ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നു, അവർക്ക് വേണ്ടി നിൽക്കുന്ന ആളെന്നുള്ള നിലയിലുള്ളൊരു സഹോദരം. പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായി ഒരു നെഗറ്റീവ് പോയിന്റും പറയാൻ വേണ്ടിയില്ലല്ലോ. സാധാരണ പ്രതിപക്ഷം പറയണമല്ലോ, ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന് വിധേയമാകുന്ന വിദ്യാഭ്യാസ രംഗമാണല്ലോ. അതുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കൂടുതലൊരു അടുപ്പമുണ്ട് ഓരോ വീടുകളിലും ചെല്ലുന്നതിന്. പിന്നെ മറ്റൊരു കാര്യം, ഒരു 3-4 ടേമുകളിലായിട്ട് അവിടെ തന്നെ ഉള്ള ആളെന്നുള്ള നിലയിൽ നല്ലൊരു ശതമാനം ആൾക്കാരെ നേരിട്ടറിയാം. പിന്നെ ഇപ്പോൾ ഉള്ളൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ MLA-മാരെന്നെല്ലാം പറഞ്ഞാൽ എപ്പോഴും അവർക്ക് അടുത്ത് കിട്ടണം. ഓടി വരുന്നത് എല്ലാം ഒരു പേപ്പർ കെട്ടി കഴിഞ്ഞാൽ അതും കൊണ്ട് ഓടി ഇവിടെ വരും. രാവിലെ ഇവിടെ വരുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, വരുന്നതിൽ പകുതി കൂടുതലും വലിയ കൂട്ടം എന്ന് പറയുന്നത് മണ്ഡലത്തിലെ ആൾക്കാരാണ്. അപ്പോൾ അതെല്ലാം കൊണ്ട് നമുക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഈ പ്രധാനമായും നിയമം ശ്രദ്ധേയമാകുന്നത് അത് BJPയുമായിട്ടുള്ള നേരിട്ടൊരു ഫൈറ്റാണ്. ഒരു അക്കൗണ്ട് അവിടെ പൂട്ടിച്ചതാണ്. മന്ത്രിയുടെ ആദ്യത്തെ ദൗത്യം അതായിരുന്നു, അത് പൂട്ടിക്കുക എന്നുള്ളത്. കഴിഞ്ഞ തവണത്തെ ഇത്തവണ അവർ തുറക്കാതിരിക്കാനുള്ള ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് മത്സരത്തിനിറങ്ങുന്നത്. വലിയ സാമ്പത്തികമായി ഒക്കെ അവർക്ക് വലിയ തരത്തിലുള്ള പ്രചാരണമൊക്കെ നടത്താൻ കഴിയുന്ന ആൾ കൂടിയാണ്. അതിനെ മറികടക്കാൻ എന്തൊക്കെ തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ്? നമ്മുടെ നിയമമണ്ഡലത്തിലെ ആൾക്കാർ പിന്നെ പണാധിപത്യത്തിൽ നിന്നും വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ ഒരു ജനാധിപത്യത്തെ പണം കൊണ്ട് നേരിടാൻ നിന്ന് കൊടുക്കുന്ന കൂട്ടരൊന്നുമല്ല. ഒന്നത്. 2, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഒരു ന്യൂനപക്ഷത്തിൻ്റെയൊക്കെ നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. അപ്പം മതേതരത്വ കാഴ്ചപ്പാട് വേണം. മുമ്പ് വർഗീയ കലാപമൊക്കെ ഉണ്ടായ അവസരത്തിൽ അതിൻ്റെ എല്ലാം തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. മറ്റൊന്ന്, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹം ആണ് മുഖ്യ എതിരാളി
അദ്ദേഹം നമ്മൾ സ്ഥാനാർത്ഥിയായി അതിനുശേഷം ഇനിയിപ്പോൾ ആക്ഷേപം ആരോപണമൊന്നും ഉന്നയിക്കാൻ വേണ്ടി പോകുന്നില്ല. അദ്ദേഹം തന്നെ സ്വയം ആലോചിച്ചാൽ മതി. അദ്ദേഹത്തിന് നേമത്തെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളവർ അദ്ദേഹം തന്നെ സ്വയം ആലോചിച്ചാൽ മതിയാവും. ഈ പ്രധാനമായും മറ്റൊരു കാര്യം ഉള്ളത് UDFന്റെ സ്ഥാനാർത്ഥി ആരാകും, അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആരുടെ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായി മുരളീധരനായിരുന്നു വന്നത്. അതിൻ്റെ ഒരു ആനുകൂല്യം കൂടി മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു UDF സ്ഥാനാർത്ഥി, ദുർബലനായ സ്ഥാനാർത്ഥി വന്നാൽ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ അവിടെ നിയമമണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നിട്ടുള്ളത്, കെ മുരളീധരൻ. ബാക്കി പ്രാവശ്യമൊക്കെ വളരെ വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് വന്നിട്ടുള്ളത്. അപ്പോഴെല്ലാം LDF ജയിച്ചിട്ടുണ്ടല്ലോ അവിടെ. അപ്പം അതൊന്നും ഒരു പ്രശ്നമായി വരുന്നില്ല. സ്ഥാനാർത്ഥിക്ക് മുന്നണിക്കുവാണല്ലോ വോട്ട് ചെയ്യുന്നത്. സ്ഥാനാർത്ഥിക്ക് മുന്നണിക്കുവാണ് വോട്ട് ചെയ്യുമ്പോൾ അത് ജനങ്ങൾ വിലയിരുത്തും കാര്യങ്ങൾ. പ്രത്യേകിച്ച് മുൻപ് അവിടുത്തെ ഇപ്പം നിലവിൽ സിറ്റിംഗ് MLA കൂടെ മത്സരിക്കുമ്പോൾ അതും വിലയിരുത്തും ആൾക്കാർ. സിറ്റിംഗ് MLA എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരിക്കലും പ്രശ്നമായി വരുന്നില്ല. കോൺഗ്രസ് ആരെ നിർത്തിക്കഴിഞ്ഞാലും അതൊരു പ്രശ്നമായി വരുന്നില്ല. കോൺഗ്രസ് ഇത്രയും സമയം താമസിപ്പിക്കുന്നത് എന്താണെന്ന് അറിയില്ല. മറ്റു പല സ്ഥലങ്ങളിലും നല്ല ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ മാത്രം ഒരു ചർച്ചയും പത്രങ്ങളിലൂടെ കേൾക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ. മന്ത്രിസഭയിലെ ഒരു സ്റ്റാർ മന്ത്രി കൂടിയായിരുന്നു വി ശിവൻകുട്ടി. മറ്റു മണ്ഡലങ്ങളിലേക്ക് പ്രചരണത്തിന് പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. മണ്ഡലത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് പ്രചാരണ പരിപാടികൾ? ഇന്നലെ റോഡ് ഷോ തുടങ്ങി. ഇനിയിപ്പോൾ നാളെയൊക്കെ കമ്മിറ്റികളാണ്. വലിയ ഓപ്പൺ പ്രോഗ്രാംസ് കുറവാണ്. കമ്മിറ്റികളിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത ശേഷം മറ്റന്നാൾ മുതൽ അങ്ങനെ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും പോകുന്നതിന് വേണ്ടി കഴിയില്ല, പോകേണ്ട കാര്യമില്ല. എല്ലാവരും അറിയാവുന്നവരാണ്. എങ്കിലും സാധാരണ ചെയ്യുന്ന പോലെ പൊതുയോഗങ്ങൾ, ജംഗ്ഷനിൽ ആൾക്കാരെ കാണൽ, കൺവെൻഷൻസിൽ പങ്കെടുക്കൽ, പിന്നെ കുറേ സമയം തീർച്ചയായിട്ടും ഓഫീസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമല്ലോ. ഫോൺ ചെയ്യേക്കും, പിന്നെ ആൾക്കാരുമായിട്ട് പേഴ്സണൽ ഡിസ്കഷനും അതെല്ലാം വേണ്ടി വരും. അപ്പം അതെല്ലാം ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും കൂടെ. ഇന്ന് തീയതി 16 16 17 കഴിഞ്ഞിട്ട് 18 മുതൽ രാവിലെ മുതൽ ഫീൽഡിൽ ഇറങ്ങുക എന്നുള്ളതാണ്. എന്തായാലും പൂർണ്ണമായ കോൺഫിഡൻസിലാണ് നേമത്ത് വീണ്ടും മന്ത്രി വി ശിവൻകുട്ടി മത്സരത്തിനിറങ്ങുന്നത്. പുതിയ ദൗത്യം എന്ന് പറയുന്നത് BJP നേരത്തെ പൂട്ടിച്ച അക്കൗണ്ട് അത് തുറക്കാതിരിക്കാനുള്ള എല്ലാ കരുതലും എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കണ്ണൻ തിരുമലക്കൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ 1.